ഹലോ ഗൈസ്, എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോണത് കുറച്ച് ബുക്സിൻ്റെ പേരും പിന്നെ അതിൻ്റെ ഓഥറിൻ്റെ പേര് പിന്നെ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഇതുമാണ്. സോ ഗൈസ്, ഇപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. സോ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് നല്ല ബുക്സാണ് കേട്ടോ ഗൈസ്. ഏറ്റവും ആദ്യം പരിചയപ്പെടാൻ പോണത് ഈ ബുക്കാണ്, ആൾട്ടിറ്റ്യൂഡ് ഈസ് എവറിത്തിങ് എന്ന് വെച്ചാൽ ഈ ബുക്ക് നല്ലതാണ് ഗൈസ്. ഇത് നിങ്ങളെ സഹായിക്കും, പഠിക്കാൻ സഹായിക്കും, വർക്ക് ചെയ്യാൻ സഹായിക്കും, നല്ല എഡ്യൂക്കേഷൻ കിട്ടും, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഇത്. ഈ ബുക്ക് ഇപ്പോൾ മറ്റേ ജെഫ് കെല്ലറിൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതായിക്കാണ്. കണ്ടോ, ജെഫ് കെല്ലർ ആണ് ഇതിൻ്റെ ഓഥറിൻ്റെ പേര്. കണ്ടോ, ജെഫ് കെല്ലർ ഇവിടെ എഴുതിയുണ്ട് ഗൈസ്, ജെഫ് കെല്ലർ എന്ന് ഓഥറിൻ്റെ പേരാണ് ഗൈസ്. ഈ ബുക്ക് ഇപ്പോൾ ഫേമസ് ആയേക്കാണ് മറ്റേ ആ ജെഫ് കെല്ലറിൻ്റെ കയ്യിൽ. പിന്നെ ഗൈസ് അടുത്ത ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, നേപ്പാളിൽ നടക്കുന്ന ഒരു ഇതിൻ്റെയാണ് ഗൈസ്, ബുദ്ധൻ്റെ പീരീഡിൻ്റെയാണ്. സിദ്ധാർത്ഥ എന്നാണ് ആ ബുക്കിൻ്റെ പേര് കേട്ടോ, സിദ്ധാർത്ഥ. കണ്ടോ, ഇത് എഴുതിയുള്ള ആളുടെ പേരാണ് ഹെർമാൻ ഹെസ്. കണ്ടോ, ഹെർമാൻ ഹെസ് എന്നാണ് ഇതാണ് ആൾ കേട്ടോ. കണ്ടോ, ഇത് എഴുതിയുള്ള ആളാണ് കേട്ടോ ഇത്. സോ ഗൈസ്, ഇത് നല്ല ബുക്കാണ്. ഇത് ഈ സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഒരു ബുക്ക് എന്ന് പറയുമ്പോൾ, ഈ സിദ്ധാർത്ഥ എന്ന് വെച്ചാൽ ഒരു സ്പിരിച്വൽ ജേർണിയാണ്. എന്ന് വെച്ചാൽ ഒരു ആണിൻ്റെ ആണ് കേട്ടോ. അത് ഇന്ത്യയിൽ ജീവിക്കണ ദിവസങ്ങളിൽ, ഇന്ത്യയിൽ ഏതൊക്കെ ദിവസങ്ങളിൽ ജീവിക്കുന്ന വെച്ചാൽ മറ്റേ ബുദ്ധയുടെ പീരീഡ് നടക്കുന്ന സമയത്തൊക്കെ ആ മോൻ ജീവിച്ചിരിക്കണ്ടായിരുന്നു. പിന്നെ മറ്റേ എന്താ പറയുക, ഈ ബുക്കിന് പറ്റിയിട്ട് കുറേ ഇത് കിട്ടും. ഏറ്റവും നല്ല ബുക്ക് എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ, ഇത് വായിക്കുന്നത് നല്ലതാണ് ടേസ്റ്റ്. ദൈവങ്ങളുടെ ബുക്കാണ്. എപ്പോൾ നോക്കിയാലും പറയല്ല, എന്താ പറയുക, കുറേ നേരമായിട്ട് വരാറുണ്ട് അതാണ്. പിന്നെ ഗൈസ് അടുത്ത ലാസ്റ്റ് ബുക്ക് കേട്ടോ, നല്ല ബുക്സിൽ കണ്ടോ, ഹാരി പോട്ടർ എന്നാണ് അതിൻ്റെ പേരിട്ട ഗൈസ്. അത് ഞാൻ മുന്നേ കാട്ടിയിട്ടുണ്ട്. ഹാരി പോട്ടറിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. കണ്ടോ ഗൈസ്, ഈ ഹാരി പോട്ടറിന് എഴുതിയത് മറ്റേ ജെ.കെ. റൗളിംഗ് ആണ് കേട്ടോ ഗൈസ്. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് നല്ലതാവും, പിന്നെ ഇംഗ്ലീഷൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാൻ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഇത് എഴുതിയുള്ള ആളുടെ പേര് ജെ.കെ. റൗളിംഗ് ആയിരുന്നു, ജെ.കെ. റൗളിംഗ്. അത് എഴുതിയുള്ള ഒരു ലേഡിയാണ് ഇത്. കണ്ടോ, ഒരു ലേഡിയാണ്. അത് ജനിച്ചത് ഏതൊരു ദിവസമാണ് കേട്ടോ ഗൈസ്, ഏതൊരു കൊല്ലം. എൻ്റെ അമ്മേനെക്കാട്ട് കുറച്ച് മൂത്തതാണ്. കൂടുതലുണ്ട് ഗൈസ്. ഇനി കുറച്ച് ബാഡായിട്ടുള്ള ബുക്കാണ് ഗൈസ്. കണ്ട, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. കണ്ട, ഡയറി ഓഫ് വിംബി കിട്ടി, ഞാൻ മുന്നേ എടുത്തുള്ളതാണ്, കുറേ കഴിഞ്ഞിട്ട് എടുത്തുള്ളതാണ്. ഇതിപ്പോൾ സാധനങ്ങളൊക്കെ ചുളുങ്ങി ഇതുപോലെ ഇട്ട ഗൈസ്. കണ്ടോ, കുറേ ബുക്സിൻ്റെ ഇതിൻ്റെ ഏകദേശം ഒരു 3 ദിവസം അത്രയുള്ളൂ, കുറേ ഒന്നുമില്ല. കണ്ട ഗൈസ്, ഡയറി ഓഫ് എ വിംബി കിഡ്. ഇതിലുള്ള ആളുടെ പേരാണ് ജെഫ് കിന്നി. ജെഫ് കിന്നി എന്നൊന്നും അറിയില്ല, നേരം പോലെ വായിക്കാൻ അറിയില്ല ഗൈസ്. അതാ. പിന്നെ ഇതാ വിംബി കിഡ് ലാസ്റ്റ് സ്ട്രോ. കണ്ടോ, ഇതിലൊരു റോഡ്രിക്ക് റൂൾസ്. ഇത് നോവലിന് കാർട്ടൂൺസും ഇങ്ങനത്തെ പല ബുക്കുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ ഈ ബുക്കെല്ലാണ്ട് കൂടുതലുണ്ട്. വേറെ കുറേ ദിവസം കഴിയുമ്പോൾ ഇനി വിംബി കിഡിൻ്റെ പുതിയ ബുക്ക് ഇറങ്ങുന്നതാവും. ഡയറി ഓഫ് എൻ ഓത്തർ ഫ്രണ്ട്ലി കിഡിട്ട. അതിൽ റൗളി മറ്റേ വിംബി കിഡിത്തെ മറ്റേ ഗ്രെഗ് ഹെഫ്ലിയുടെ ഒരു ഫ്രണ്ടായിട്ടാണ് ഗൈസ്. മറ്റേ വിംബി കിഡ് ഫസ്റ്റിൽ ഫ്രണ്ടായിരുന്നതാണ്. അതിൻ്റെ അതിൽ റൗളി ജെഫേഴ്സൻ്റെ അതാണ് നമ്മളിന്ന് പറയാൻ പോണത്. സോ ഗൈസ്, ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ പരിചയപ്പെടുത്തത് ഒരു 6 ബുക്സാണ് കേട്ടോ ഗൈസ് ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾ കൗണ്ട് ചെയ്തുണ്ടോയെന്ന് അറിയില്ല, 6 ബുക്സിൻ്റെ അത് ഞാൻ പറഞ്ഞേക്കണം ഇപ്രാവശ്യം. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് ഞാൻ ആ ബുക്കിൻ്റെ കൂടി പറയും. ദ ഡയറി ഓഫ് എൻ ഓസം ഫ്രണ്ട്ലി കിഡ്. കൂടെ കുറേ ബുക്സ് ഉണ്ട് കേട്ടോ ഗൈസ്.
അങ്ങനെ കുറേ ബുക്ക് കുറച്ച് ഞാൻ പറയുന്നുണ്ടാവും. പിന്നെ മലയാളം ബുക്സ് ഉണ്ട് കേട്ടോ, അതും ഞാൻ പറയുന്നുണ്ടാവും. അത് ഇനി നാളെ മറ്റൊന്ന് കുറേ ദിവസം കഴിയും കേട്ടോ, കുറച്ച് നേരം എടുക്കും. എന്താ വെച്ചാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് തരണം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. സോ പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും പിന്നെ കാണുന്ന ലൈക്ക് ബട്ടണും അങ്ങനെ കുറേ ഇടണം കേട്ടോ നിങ്ങൾ. സോ ഗൈസ്, ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യാൻ പോവാണ്. സോ ലെറ്റ്സ് സീ അനദർ ഡേ. ബൈ.